കാത്തിരിപ്പിന്റെ വേദന ഭയങ്കര പെയിൻഫുൾ ആണ്. ചുമ്മാതെ പറയാം കാത്തിരിപ്പിന്റെ വേദനയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്, മാങ്ങയാണ് തേങ്ങാക്കൊലയാണെന്നൊക്കെ. പക്ഷേ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നത് അതിനെക്കാട്ടി വലിയ വേദനയാണ്. അത് വേറെ കാര്യം. ഇറ്റ്സ് പേഴ്സണൽ. അത് പോട്ടെ. ഏകദേശം അനാർക്കലി ശാന്തനുവിനെ കാത്തിരുന്നത് പോലെ, അനാർക്കലി അല്ലല്ലോ കാത്തിരുന്നത്, ശാന്തനുവല്ലോ അനാർക്കലി കാത്തിരുന്നത്. അതായത് സലിം അനാർക്കലിയെ കാത്തിരുന്നത് പോലെ, കാഞ്ചന മൊയ്തീനെ കാത്തിരുന്നത് പോലെ എന്ന് തന്റെ അവസരം വരും എന്ന് കാത്തിരിക്കുകയാണ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറും നിലവിൽ FC ഗോവയുടെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറുമായിട്ടുള്ള ലാറ ശർമ്മ. എന്നും പകരക്കാരനാവാൻ നിയോഗിക്കപ്പെട്ടവൻ തന്നെയായിരുന്നു ലാറ ശർമ്മ. ബംഗളൂരുവിൽ കളിക്കുന്ന സമയത്ത് ഗുർപ്രീതിന്റെ പകരക്കാരൻ, ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് സച്ചിന്റെ പകരക്കാരൻ, ഇതാ ഗോവയിൽ വന്നപ്പോൾ പ്രദീപ് തിവാരിയുടെ പകരക്കാരൻ. പക്ഷേ വീണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞ് വേവലാതിപ്പെടാനൊന്നും പുള്ളി ആഗ്രഹിക്കുന്നില്ല. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ആ പറയുമ്പം മറ്റേ ഈ അജു വർഗീസ് പറയുന്ന പോലെ കണ്ണീര് തുടച്ചിട്ട് പറ മോനെ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അവസരം എന്ന് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ഞാനത് മികച്ച പ്രകടനം പുറത്തെടുക്കുവാൻ വേണ്ടി വിനിയോഗിക്കും. എനിക്കൊരു ചാൻസ് എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് അടുത്ത മാസമായിരിക്കാം, അടുത്ത വർഷമായിരിക്കാം, അടുത്ത സീസണിലായിരിക്കാം, അടുത്ത വർഷമായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ വേവലാതിപ്പെടുന്നില്ല. ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. എൻ്റെ അവസരം കിട്ടുമ്പോൾ ഞാൻ നന്നായി പെർഫോം ചെയ്യും എന്ന് പറയുകയാണ്. പരിക്കിൽ നിന്ന് മുക്തനായി വന്ന ശേഷം പിന്നെ കാര്യമായി പരിക്ക് പറ്റാൻ ഒരു മത്സരം പോലും കിട്ടാത്ത അവസ്ഥയാണ് ലാലാ ശർമ്മയ്ക്കുള്ളത്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് അറിയാൻ വേണ്ടി വടി കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നത്. ഈ ബ്ലാസ്റ്റേഴ്സിൽ ലാലാ ശർമ്മ എന്തിനാണ് കളഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. അന്ന് ബംഗളൂരിൽ നിന്ന് ലോണിൽ കിട്ടിയ പ്ലെയറെ അങ്ങ് പെർമനന്റ് ട്രാൻസ്ഫർ ആക്കി സ്വന്തമാക്കി വെച്ചായിരുന്നെങ്കിൽ ഇപ്പം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എമർജൻസി മാനുകൾ കമൽജിത്തിനെ കൊണ്ടുവരാൻ നിൽക്കണ്ടല്ലോ. സച്ചിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടി വിശ്വാസമുള്ള പ്ലെയർ ലാറാ ശർമ്മയായിരുന്നു. പക്ഷേ നമുക്കിവിടെ പോട്ടെ, നമ്മളായിട്ടൊന്നും പറയുന്നില്ല. പണ്ട് പറഞ്ഞതിൻ്റെയൊക്കെ കേസും ഒരു ഷോ കാണിക്കാനുള്ള ഒരു വേണ്ട, ഇനി പുതിയ സാധനം എടുത്ത് തല വെക്കാൻ.